ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും. ഇന്നലെ ഫൈസൽക്കാടെ വീട്ടില് ഹൗസ് വാമിംഗ് പോയിരുന്നു നമ്മൾ. അപ്പൊ പുള്ളിയുടെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ 7 മണിയാകുമ്പോൾ എത്തിയത്. അപ്പൊ വന്ന് നല്ല ക്ഷീണമായിരുന്നു, ഉറങ്ങി. ആദിലയും നൂറയും നമുക്ക് ബിഗ് ബോസ് കണ്ടില്ലെങ്കിലും അറിയാം. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ നിയമ പോരാട്ടം കൊണ്ട്. മാത്രമല്ല ഹൈക്കോടതി ആ കാര്യത്തിൽ ആദിലയ്ക്കും നൂറയ്ക്കും ഒപ്പം നിൽക്കുകയും അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തതിന്റെ തുടർച്ചയായിട്ടാണ് അവർ ഒരുമിച്ച് ജീവിക്കുന്നത്. ഈ രണ്ടുപേരും വിദ്യാസമ്പന്നരാണ്, ജോലിയുള്ളവരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ടെക്നോ പാർക്കിൽ എവിടെയോ ഇൻഫോ പാർക്കിൽ എവിടെയോ തന്നെയാണ് ജോലിയും ചെയ്യുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അവർക്ക് എവിടെയെങ്കിലും വലിഞ്ഞു കയറി ചെല്ലേണ്ട സാഹചര്യമൊന്നും ഉള്ളവരല്ല. അങ്ങനെ അവർക്ക് ഇനിയിപ്പോൾ ഫെയിമിന് വേണ്ടിയിട്ടും അവിടേക്ക് ചെല്ലേണ്ട ആവശ്യമില്ല. അത് അവർക്ക് നേരത്തെ തന്നെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഇത്തവണത്തെ ബിഗ് ബോസിലെ ഏറ്റവും കൗതുകകരമായ ഒരു കാഴ്ച, അതും ഞാൻ ശ്രദ്ധിച്ചത്, മോഹൻലാൽ ഇവർക്ക് അനുകൂലമായി സംസാരിച്ചതിനെ തുടർന്ന് മോഹൻലാലിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്നു. മോഹൻലാലിനെതിരെ ഒരു ആക്രമണം ഉണ്ടാവുകയാണ്. ചില പ്രത്യേക ഐഡികളിൽ നിന്നൊക്കെ രൂക്ഷമായ പരിഹാസവും ഒക്കെ മോഹൻലാലിനെ ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ലാലേട്ടനെ പ്രതീക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്രമണം. എന്താണ്? ആദിലെ എന്ന് പറയും, ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, അവരെ അവിടേക്ക് ക്ഷണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ ഒരു കണ്ടസ്റ്റൻറ്റിനെ നേരിടുകയാണ് മോഹൻലാൽ. ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കണ്ടപ്പോൾ. അപ്പോൾ ആ നിലയ്ക്കാണ് അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നു. അത് ചർച്ചയാകുമ്പോൾ നമ്മൾ വീണ്ടും ഇത് ശ്രദ്ധിച്ചു. അങ്ങനെ ആ ഒരു ഫെയിമിൽ നിൽക്കുന്ന അവരെ ഇത് ഏത് വേദിയിലേക്കും ആളുകൾ ക്ഷണിക്കും. കാരണം ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങുന്ന പലതരക്കാരെയും പല വേദികളിലും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവരെയും വേദികളിലേക്ക് ക്ഷണിക്കും. മാത്രമല്ല ഇവർക്ക് വലിയ ആ നിലയ്ക്ക് സാധാരണ ഒരു മുമ്പൊക്കെ ഈ മിസ് യൂണിവേഴ്സ്, മിസ് കേരള, മിസ് ഇന്ത്യ മത്സരമൊക്കെ കഴിയുമ്പോൾ അടുത്ത ഒരു വർഷത്തേക്ക് ഇവർക്കൊരു വലിയ ഫെയിം കിട്ടുമല്ലോ. അതുപോലെ തന്നെയാണ് പലരും ഈ ബിഗ് ബോസ് കഴിഞ്ഞാൽ അടുത്തൊരു വർഷം ഇവർക്ക് പലതരം പരിപാടികളിലൊക്കെ പങ്കെടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾ ഇവരെ വിളിച്ചുകൊണ്ട് പോകും. ഇവരെ അങ്ങനെ തന്നെ ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ഇത് ഇയാൾ അറിഞ്ഞിട്ടല്ല എനിക്കറിയില്ലായിരുന്നു എന്നും പറയുന്നതിൽ ഒരു ന്യായവുമില്ല. കാരണം അതിൻ്റെ ഉത്തരവാദിത്വം ഇയാൾക്ക് തന്നെയാണ്. ഈ ഫൈസലിന് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. അയാൾ കോടീശ്വരനായിരിക്കാം, വലിയ സമ്പന്നനായിരിക്കാം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ മറ്റൊരാളുടെ ഡിഗ്നിറ്റിയെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരവകാശവും അയാൾക്കില്ല. ഈ ഒരു വിഷയത്തിൽ അത് മാത്രമല്ല, അവർക്ക് ഈ രണ്ടുപേരെയും അവിടെ വിളിച്ചു വരുത്തുന്നു, അവിടെ കൊണ്ടുപോകുന്നത് എല്ലാ സ്ഥലവും കാണിച്ചു കൊടുക്കുന്നു, മാന്യമായി പെരുമാറിയെന്ന് ഇവർക്കൊപ്പം പോയ ആളുകൾ. അതായത് ഇതിന് മുമ്പുള്ള ബിഗ് ബോസ് മത്സരത്തിൽ പങ്കെടുത്ത ഒരു മത്സരാർത്ഥിയും 2 മത്സരാർത്ഥികളും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. അതിലേക്ക് ഉറക്കൊപ്പം ഉണ്ടായിരുന്നു. ഒരു 4 പേരെ മൊത്തം പോയത്. അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് വളരെ മാന്യമായ. ആദിലയും നൂറയും എന്റെ വീട്ടിൽ കയറ്റില്ല എന്ന് ലക്ഷ്മി പറഞ്ഞത് വലിയ രീതിയിൽ വിവാദമായിരുന്നല്ലോ. ബിഗ് ബോസിൽ അത് ഏറെ ചർച്ചയുമായിരുന്നു. ഞാൻ ഇവരെ എന്റെ വീട്ടിൽ കയറ്റുമെന്ന് മോഹൻലാലിന്റെ വാക്കും കേരളക്കര ഒന്നടങ്കം ഏറ്റെടുത്തിരുന്നു. ഇവരെ വീട്ടിലേക്ക് കയറ്റാൻ കൊള്ളാമോ കൊള്ളില്ല എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ വീണ്ടും സജീവമാവുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഫൈസലേക്കയുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ ഇവരെ പങ്കെടുത്തിരുന്നു. തന്റെ അറിവോടെയല്ല അവർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. യുവതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്നുള്ള ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നുവെന്നും ഇക്കാര്യത്തിലെ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുമായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. നിമിഷ നേരം കൊണ്ടായിരുന്നു ഈ ഒരു പോസ്റ്റ് വാർത്തകളിൽ ഇടം പിടിച്ചത്. സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. എന്തായാലും സംഭവം വിവാദമായതോടെ തന്നെ അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അഖിൽ മാരാറും. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒട്ടനവധി പ്രതിഷേധ സൂചകമായിട്ടുള്ള പോസ്റ്റുകൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ലാലേട്ടന്റെ വാക്കുകളും വൈറലാകുന്നത്. ഞാൻ കയറ്റുമല്ലോ അവരെ എന്റെ വീട്ടിൽ എന്ന് ലാലേട്ടൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വീണ്ടും തരംഗമാകുന്നു. ലാലേട്ടനെ പോലെ വലിയൊരു മനുഷ്യൻ പറഞ്ഞില്ലേ അവരെ വീട്ടിൽ കയറ്റുമെന്ന്, ഒരു ദിവസം ക്ഷണിച്ച് അവർക്ക് ഡിന്നർ എല്ലാം കൊടുക്കുമെന്നും. നിങ്ങൾക്ക് അത്രയും പോലും മര്യാദയില്ലല്ലോ. അത്രയും വലിയ മനുഷ്യന് പോലും ഇല്ലാത്ത ആ നന്ദികേടും നീചകമായിട്ടുള്ള പ്രവൃത്തിയാണ് താങ്കൾ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലെ ഫൈസൽ മലബാറിനെ ഇപ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റുകൾ വരുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഇപ്പോൾ നൂറയ്ക്കും ആദിലയ്ക്കും ഒപ്പം കൂടെ തന്നെയാണ്. ലാലേട്ടൻ ഒരു ദിവസം ഇവരെ വീട്ടിലേക്ക് ക്ഷണിക്കും. ഇത് കണ്ട ലാലേട്ടന്റെ പ്രതികരണവും ഇത് തന്നെയായിരിക്കും എന്നാണ് പ്രേക്ഷകരും പറയുന്നത്. ആരാണ് ഈ ആദിലയും നൂറയും? എന്തുകൊണ്ടാണ് ഇവരെ ഈ ഒരു വാർത്തകളിൽ ഇടം പിടിച്ചത്? സൗദിയിലെ പ്രവാസികളായിരുന്നു ആദില നസ്രത്തിന്റെയും ഫാത്തിമ നൂറയുടെ മാതാപിതാക്കൾ. ഉപ്പയുടെയും ഉമ്മയുടെയും കൈപിടിച്ച് 3-ാം വയസ്സിലാണ് നൂറ സൗദിയിലേക്ക് എത്തിയത്. ആദില അപ്പോ 3-ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. തുടർന്ന് പഠനം മുഴുവനും അവിടെയായിരുന്നു. 10-ാം ക്ലാസ് കഴിഞ്ഞ് +1 പഠിക്കുമ്പോഴാണ് ഇരുവരും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. +1 ക്ലാസ്സിലേക്ക് കയറി വന്ന ഫാത്തിമ നൂറ എന്ന സുന്ദരി കുട്ടി അപ്പോൾ തന്നെ ആദിലയുടെ മനസ്സിൽ കയറിയിരുന്നു. പതുക്കെ ആദിലയുടെ 5-അംഗ ഗ്യാങ്ങിലേക്ക് നൂറയും എത്തി. ആ ഗ്യാങ് 2 പേരിലേക്ക് മാത്രമായി ചുരുങ്ങിയപ്പോൾ പലരും പറഞ്ഞു തുടങ്ങിയിരുന്നു ഇവർ തമ്മിൽ എന്തോ സംതിങ് ഉണ്ടല്ലോ എന്ന്. എന്നാൽ അപ്പോഴും ഇരുവരും അവർക്കിടയിലെ ഇഷ്ടം ശരിക്കും തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നാൽ അവധികാലമായപ്പോൾ നൂറ നാട്ടിലേക്ക് പോയി. അതാണ് പ്രണയ തിരിച്ചറിവിന് കാരണമായത്. അക്കാലത്ത് ബോയ് ഫ്രണ്ട്സിനോട് സംസാരിക്കുവാൻ പലരും ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയതുപോലെ നൂറയും ആദിലയും ചെയ്തു. സംസാരം കഴിഞ്ഞ് എപ്പോഴും ലോഗൌട്ട് ചെയ്യാൻ മറക്കാതിരുന്ന നൂറ ഒരു ദിവസം അതിന് മറന്നു. മിസ് യു, ലവ് യു, 100,000 സ്മൈലികൾ. അങ്ങനെ ആ ചാറ്റുകൾ മുഴുവനും ഉമ്മയും കണ്ടു.
അതൊരു ഭൂമി കുലകത്തിന്റെ തുടക്കമായിരുന്നു. ആ കുട്ടിയുമായിട്ടുള്ള നിന്റെ ഫ്രണ്ട്ഷിപ്പ് അത്ര നല്ലതല്ല എന്നായിരുന്നു ഉമ്മയുടെ വാക്കുകൾ. വിവരം ഉപ്പയെ അറിയിച്ചില്ലെങ്കിൽ പോലും വീട്ടുകാർ പരസ്പരം അറിഞ്ഞു. +2 വരെ ഒരുമിച്ചായിരുന്നവരെ നാട്ടിലേക്ക് പറിച്ചു നട്ടു. നൂറ കോഴിക്കോട് ലിസ കോളേജിലെ ഇംഗ്ലീഷ് സാഹിത്യത്തിനും ആദില കൊച്ചി സെന്റ് സേവിയേഴ്സ് കോളേജിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനും ചേർന്നു. എന്നാൽ ഡിഗ്രി 2ാം വർഷമായപ്പോഴാണ് പ്രണയം അവസാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ വിവരം ഉപ്പമാരോട് പറഞ്ഞു. പിന്നാലെ വിവാഹാലോചനകളാണ് നടന്നത്. ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഒരു ജോലി വേണം, അതിന് ഡിഗ്രി പൂർത്തിയാക്കണം. അത് മാത്രം കണക്കിലെടുത്ത് ഇഷ്ടം സ്വയം ലിമിറ്റ് ചെയ്തു. ഒടുവിൽ വരാനിരിക്കുന്ന യുദ്ധമെല്ലാം മനസ്സിൽ കണ്ട് ഡിഗ്രി അവസാനിച്ചപ്പോൾ ഇരുവരും വീട് വിട്ടിറങ്ങി. കോഴിക്കോട്ടെ വനജ കളക്റ്റീവിലായിരുന്നു അഭയം തേടിയത്. എന്നാൽ അവിടേക്ക് വീട്ടുകാർ ഇരച്ചെത്തി. പോലീസ് എത്തി എല്ലാം കലങ്ങി തെളിയുമെന്നുള്ള പ്രതീക്ഷയിൽ ആലുവയിലെ ആദിലയുടെ വീട്ടിലേക്ക് ഇരുവരെയും അയച്ചു. എന്നാൽ അപ്പോഴും കാര്യങ്ങൾക്ക് മാറ്റമുണ്ടായില്ല. നൂറയുടെ ബന്ധുക്കൾ വീട്ടിലെത്തി വലിച്ചഴിച്ച് നൂറയെ കൊണ്ടുപോയി. നൂറയെ ഒരു കൗൺസിലർക്കരികിലേക്കും ആദിലെ ഷെൽട്ടർ ഹോമിലേക്കുമാണ് മാറ്റിയത്. 8 ദിവസങ്ങൾ അകന്നിരുന്നപ്പോൾ ഇത് അപകടമാണെന്ന് മനസ്സിലാക്കിയ ആദില ഒരു വക്കീലിനെ കണ്ടു. ഹൈക്കോടതിയിൽ ഹെബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു. ആദില ഫേസ്ബുക്കിൽ വീഡിയോയും ഇട്ടതോടെ സംഭവം ചർച്ചയായി. മലപ്പുറത്ത് നിന്ന് നൂറെ കേസ് നടക്കുന്ന എറണാകുളത്ത് എത്തിച്ച് ആദിലയെ കൊണ്ട് വീഡിയോ പിൻവലിക്കാനായിരുന്നു വീട്ടുകാരുടെ നീക്കം. എന്നാൽ ശരീരങ്ങളല്ല, രണ്ടുപേരുടെ മനസ്സാണ് ചേർത്ത് നിർത്തുന്നതെന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായി. അങ്ങനെ നിയമത്തിന്റെ തണലിൽ ജീവിതം തുടങ്ങിയ ആദിലയും നൂറയും ബിഗ് ബോസിലേക്ക് എത്തിയപ്പോഴും പലതരത്തിലുള്ള അപമാനങ്ങൾ നേരിട്ടു. സഹമത്സരാർത്ഥിയായിട്ടുള്ള ലക്ഷ്മി ഇവരെ എന്റെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നടൻ മോഹൻലാൽ ഇരുവരെയും തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് അതിന് മറുപടി നൽകിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മലബാർ ഗോൾഡ് ഉടമയായിട്ടുള്ള ഫൈസൽ മലബാറിന്റെ വീടിന്റെ പാല് കാച്ചലിന് ക്ഷണം സ്വീകരിച്ചെത്തിയ ആദിലെ നൂറെ അപമാനിക്കുന്ന തരത്തിൽ പോസ്റ്റ് ഇട്ടതും പിന്നാലെ അത് പിൻവലിച്ചതും. എന്തായാലും ഇപ്പോൾ നിരവധി സെലിബ്രിറ്റീസുകളാണ് ഇവരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പം എല്ലാവരും ആദിലെ നൂറയ്ക്ക് ഒപ്പം തന്നെയാണ്. അതിന് പിന്നാലെയായിരുന്നു അഖിൽ മാരാറിന്റെ ലൈവും. അഖിൽ മാരാർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: ക്ഷണം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ പങ്കെടുത്തു കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുകയാണ്. ആ കുറിപ്പിൽ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഭാഗത്തിന്റെ ചടങ്ങിലേക്കുള്ള വരവ് അത് അദ്ദേഹത്തിന്റെ അറിവോടുകൂടി ആയിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ എന്നാണ് ഉദ്ദേശിച്ചത്, അത് അദ്ദേഹത്തിന്റെ മതപരമായ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ എന്നതിനെ മാറ്റിവെച്ച് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയത്. അപ്പോൾ ഈ 2 വാചകങ്ങൾക്കും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് ഞാൻ നേരിട്ട് അറിയിക്കുകയാണ്. ഫൈസലിക്ക, നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. മറ്റാരോടും വിരോധം തോന്നാത്ത, എല്ലാവരെയും സ്നേഹിക്കുന്ന, കയ്യിലുള്ള പൈസ ചെറിയ രീതിയിലെങ്കിലും മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന, അതോടൊപ്പം തന്നെ അത്യാവശ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 4 പേർ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന, പണ്ട് നമ്മൾ തമാശ രൂപേണ പറഞ്ഞാൽ ഒരു പ്രാഞ്ചിയേട്ടൻ്റെയൊക്കെ മനസ്സ് എന്ന് പറയാം. പക്ഷേ അത് നല്ലതാണ്. നിങ്ങളുടെ ആ പ്രാഞ്ചിയേട്ടൻ മനസ്സാണ് നിങ്ങളുടെ കയ്യിലുള്ള പൈസ മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്താൻ കാരണമായി മാറുന്നത്. അപ്പം ആ വ്യക്തിപരമായിട്ട് നിങ്ങളെ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഫൈസലിക്ക ഈ ഒരു വിഷയത്തിൽ മാത്രം പൊതുസമൂഹത്തെ അഡ്രസ് ചെയ്യണം. കാരണം അതിലൊന്നെന്ന് പറയുന്നത് ഫൈസലിക്കയുടെ അറിവോടുകൂടിയല്ല അവർ വന്നു എന്നുള്ളത്. 2, സമൂഹത്തിന്റെ മുന്നിൽ ഇവർ എങ്ങനെയാണ് തെറ്റുകാരാവുന്നത്. അങ്ങേക്ക് തീർച്ചയായിട്ടും പറയാം, മതപരമായ ചട്ടക്കൂടുകളിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ മതത്തിന്റെ ചട്ടക്കൂടുകൾക്കും വലിയ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന വലിയൊരു സമൂഹത്തിന്റെ കൂടി പ്രതിനിധിയായ അങ്ങേക്ക് തീർച്ചയായിട്ടും ആ സമൂഹത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കുന്ന, ആ സമൂഹത്തിന് പുറത്തുനിന്ന് ജീവിക്കുന്ന ആൾക്കാരോട് യോജിക്കാം. അതിനോട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. പക്ഷേ അങ്ങ് എഴുതിയത് പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ്. പൊതുസമൂഹത്തിൽ അത്തരം ഒരു കാഴ്ചപ്പാടില്ല. 2 പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്ത് നിയമപരമായി തെറ്റല്ലാത്തടത്തോളം കാലം അവർക്ക് 2 പേർക്കും ജീവിക്കാം. ഞാനിവിടെ ഇത്തരം ജീവിത രീതികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളൊന്നുമല്ല. ഇവരുടെ ജീവിത രീതികളോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പുമില്ല, അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരോട് എനിക്ക് തീരെ യോജിപ്പുമില്ല. പക്ഷേ അതിന്റെ അർത്ഥം ജനാധിപത്യപരമായി ഈ രാജ്യത്ത് ജീവിക്കാനുള്ള ഒരു പൗരന്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കലല്ല. എന്റെ ആശയം മറ്റൊരാളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ച് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഫാസിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്റെ ആശയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ നോർമലൈസ് ചെയ്യപ്പെടുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹം കഴിച്ച് പുതുതലമുറ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത്തരം ചെയ്തികളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാഴ്ചപ്പാട് പിന്തുടരുന്ന ഒരാളാണ് ഞാൻ. ആ കാഴ്ചപ്പാട് ഞാൻ പിന്തുടരുന്ന സമയത്തും മാനസികമായോ അല്ലെങ്കിൽ ശാസ്ത്രീയപരമായിട്ട് ഹോർമോണൽ ചേഞ്ചുകൾ കൊണ്ടോ ഒരു പുരുഷനുമായിട്ട് ഒരു സ്ത്രീക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയും ആ മാനസികാവസ്ഥയിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പങ്കാളിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് സമൂഹത്തിൽ മറ്റു പെൺകുട്ടികൾ എല്ലാവരും പോയിട്ട് പെൺകുട്ടികൾക്കൊപ്പം ജീവിക്കും എന്ന കാഴ്ചപ്പാടിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ സമൂഹത്തിൽ സംശയങ്ങൾക്ക് കാരണമായി മാറാം. 2 പെൺകുട്ടികളോ 2 ആൺകുട്ടികളോ പണ്ട് ഒരുമിച്ച് താമസിച്ചാൽ പൊതുസമൂഹം അതിനെ നോർമലായിട്ട് കണ്ടിരുന്ന സ്ഥാനത്ത് 2 ആൺകുട്ടികൾ ഒരുമിച്ച് താമസിച്ചാലും 2 പെൺകുട്ടികൾ ഒരുമിച്ച് താമസിച്ചാലും ഇത് മറ്റേ പരിപാടിക്കല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു തോന്നൽ സമൂഹത്തിലേക്ക് വലിയ രീതിയിൽ ഉണ്ടാവാൻ ഇത്തരം ആൾക്കാരുടെ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത് ആശയം പറഞ്ഞു പോകുമ്പോൾ ആശയത്തെ കൃത്യമായിട്ട് സമൂഹത്തിലേക്ക് കൃത്യമായി പറയണമല്ലോ. അല്ലെങ്കിൽ ഒന്നാമതേ പറയുന്ന കാര്യങ്ങളെ അടർത്തിയെടുത്ത് അത് പെരുപ്പിച്ചു വിടുന്ന കുറേ ഓൺലൈൻ മാധ്യമങ്ങളുടെ കാലത്ത് കൃത്യമായിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ അതിനിടെയും നൂറയുടെയും അവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളോട് പൂർണ്ണമായും വിയോജിച്ചുകൊണ്ട് ആ 2 വ്യക്തികളെ ക്ഷണിച്ച് വരുത്തിയതിനു ശേഷം ആ 2 പേരെയും അപമാനിച്ചു വിട്ട രീതിയോടുകൂടി കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ആ വ്യക്തിപരമായിട്ട് ഫൈസലിക്ക അതിന് കൃത്യമായ ഒരു മറുപടി നൽകണം. ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ട് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? താങ്കളുടെ മാനേജേഴ്സ് വിളിച്ചിട്ടാണ് അവർ വന്നത് എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
അപ്പോൾ താങ്കളുടെ മാനേജേഴ്സിനെ ആണെന്നുണ്ടെങ്കിൽ ജോലിയിൽ നിന്ന് താങ്കൾ പറഞ്ഞു വിടണം. നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ സമൂഹത്തോട് കാണിച്ച ഒരു വലിയ തെറ്റിന്റെ ഭാഗമായിട്ട് താങ്കളെ അറിവില്ലാതെ ഇവരെ വിളിച്ചു വരുത്തിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കളുടെ മാനേജേഴ്സിനെ താങ്കൾ പറഞ്ഞു വിട്ടുകൊണ്ട് ഈ തെറ്റിനെ താങ്കൾക്ക് ന്യായീകരിക്കാം.